എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ സപ്പോട്ട മരമാണിത്. നമ്മളിത് നട്ടു വച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം കഴിഞ്ഞ മരമാണ്. നന്നായി വളർന്നിട്ടുമുണ്ട്. ഇപ്പോൾ കായ്ച്ചു തുടങ്ങുന്ന ടൈമാണ്. ചെറിയ ചെറിയ കാകളൊക്കെ നിറയെ ഇതിൽ പിടിച്ചിട്ടുമുണ്ട്. സപ്പോട്ട കായ്ച്ചു തുടങ്ങുമ്പോൾ നന്നായി കായ്ക്കുന്ന മരമാണ്. നിറയെ സപ്പോട്ടയ്ക്ക ഇതിൽ പിടിക്കും. അപ്പം നമുക്ക് നല്ലപോലെ ഫലം തരുന്ന ഒരു ഫലവൃക്ഷമാണ് സപ്പോട്ട. കണ്ടില്ലേ, ഇതെല്ലാം ഇതിൻ്റെ ചെറിയ കണ്ടില്ലേ, ചെറിയ കാകളാണ്. അതിന് വളർന്ന് ആയി വരണം. നിറയെ കാകൾ നമുക്ക് മരത്തിൽ പിടിക്കും. കായ്ച്ചു വരുന്ന ഒരു 3-ാം വർഷമൊക്കെ തൊട്ട് തന്നെ ഇത് സപ്പോട്ട കായ്ക്കും. ഇപ്പോൾ പല ഇനത്തിലുള്ള സപ്പോട്ടയുണ്ട്. ഇപ്പോൾ ബനാന സപ്പോട്ട എന്നൊക്കെ പറഞ്ഞ സപ്പോട്ട, ചെറിയ നീളത്തിലുള്ള സപ്പോട്ട, അതും നമുക്കിവിടെ ഉണ്ട്. കണ്ടില്ലേ, ഒരു 300 രൂപ 250 രൂപയൊക്കെയാണ് നഴ്സറികളിൽ ഒരു തൈയുടെ വില. 200 രൂപ 250 രൂപയ്ക്കൊക്കെ തൊട്ട് ഉണ്ട്. അതുപോലെ ഇനം മാറുന്നതിനനുസരിച്ച് വിലയും കൂടും തൈക്ക്. അപ്പം നമുക്കിത് വാങ്ങിച്ചു വെച്ചാലും സപ്പോട്ട വളരെ മികച്ച ഒരു പഴമാണ്. ഒത്തിരി വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഒരു പഴമാണ് സപ്പോട്ട. നമ്മൾ പ്രധാനമായിട്ടും വളം നൽകുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നല്ല രീതിയിൽ വർഷത്തിലൊന്ന് നമ്മൾ നല്ല രീതിയിൽ നൽകാറുണ്ട്. ആ കൂടെ കുറച്ച് NPK വളവും, അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാണകപ്പൊടി ചേർത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ NPK വളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളൂ നമ്മൾ വളമായിട്ട് നൽകുന്നത്. അല്ലാതെ വലിയൊരു പരിചരണമൊന്നും നൽകേണ്ട കാര്യമൊന്നുമില്ല. നിറയെ കായ്ക്കുകയും ചെയ്യും.